ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ നമ്മുടെ ഈ കൃഷിസ്ഥലത്ത് എന്തെല്ലാം കൃഷികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അത് ചില തൈകളൊക്കെ ഇപ്പോഴും ചെറിയ തൈ തന്നെയാണ്, പിന്നെ എന്നാലും നമ്മൾ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ കൃഷിസ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, ഇത് സൂര്യകാന്തിയാണ് കേട്ടോ. സൂര്യകാന്തി ചെടിയാണ്. നമ്മളത് ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു 2-3 തൈ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ നമുക്കൊരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കൃഷിസ്ഥലം കാണുമ്പോൾ ഒരു പൂവിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് വഴുതനങ്ങ തൈയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ നട്ടിട്ടുണ്ട്. 2 വിധം വഴുതനങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ ചെറിയ തൈകളാണ്, അപ്പോൾ അതിന് കൂടുതൽ കാണിക്കണില്ല. സൂര്യകാന്തി ചെടി നല്ല വളർച്ച ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. ഈ 3 തൈ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉൾഭാഗത്തും ഉണ്ട് കേട്ടോ. അതുപോലെ സൂര്യകാന്തി ചെടി കൂടുതലൊന്നും ഇല്ലെങ്കിലും ഇല്ലത് എല്ലാം നല്ല വളർച്ച ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഉണ്ട്, പിന്നെ ഈ ഭാഗത്തുണ്ട്. ഓരോ ഭാഗത്തായിട്ട് 1-2 തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ, പച്ചമുളകാണ്. പച്ചമുളകൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം നല്ല കായ് ആയിട്ടുണ്ട്. കണ്ടോ, നിൽക്കുന്നുണ്ട്. പച്ചമുളക് കായ്ക്കാൻ ഒരു പ്രയാസമല്ല കേട്ടോ, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കണ്ടോ, പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ, നാടൻ ചീരയാണ് കേട്ടത്. നാടൻ ചീരൻ്റെ തൈകളാണ്. ഇത് മൊത്തത്തിൽ പാകി കൊടുത്തിട്ട് അങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നാടൻ ചീര പല ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് കൂടുതൽ വലുതായിട്ടുണ്ട്, നമ്മൾ പറിച്ച് നട്ടതാണ് കേട്ടോ. പിന്നെ കണ്ടോ, ഇത് തക്കാളിയാണ്. ഇതിപ്പോൾ ഒന്ന് കുറച്ച് പറിച്ചു നമ്മൾ. ഇത് നല്ലോണം കായ്ച്ചിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഈ തക്കാളി നമ്മൾ നട്ടതല്ല, ഇതിൽ പിന്നെ മുളച്ച് വന്നതാണ്. ഈ നമ്മളിവിടെ സ്ഥലം ക്ലിയർ ആക്കിയപ്പോൾ അപ്പോൾ അതങ്ങനെ നിർത്തിയതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പിന്നെ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെ ഒക്കെ തൈകളാണ്. അതുപോലെ ഇതാണ് ചൈനീസ് ക്യാബേജ് കേട്ടോ. ചൈനീസ് ക്യാബേജ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടോ, അതൊക്കെ ചൈനീസ് ക്യാബേജാണ്. പിന്നെ ഈ ട്രെയിൽ കാണുന്നത് പിന്നെ വഴുതനങ്ങ തൈയാണ് കേട്ടോ. അത് നമ്മൾ കുറേ പറിച്ച് നട്ടു, പക്ഷെ ഇപ്പോഴും ഉണ്ട്, ഇനിയുണ്ട് കുറേ നടാൻ. ഇതൊക്കെ നമ്മൾ കോളിഫ്ലവറിൻ്റെയും അതേമാതിരി ബ്രോക്കോളി ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷെ അത് രണ്ടും തിരിച്ചറിയാൻ പ്രയാസമാണ്, കാരണം അത് രണ്ടും ഒരേ മാതിരിയാണ് അതിൻ്റെ തൈ. വലുതായ തന്നെ അറിയുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് പച്ചച്ചീരയാണ് കേട്ടോ. പച്ചച്ചീര നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, പച്ചച്ചീര ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ പച്ചച്ചീരയാണ്. പിന്നെ മല്ലിയിലാണ് കേട്ടത്. ഇത് കണ്ടോ, മല്ലിയിലാണ്. മല്ലിയില ഒരു 4-5 ഭാഗത്ത് നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മല്ലിയില നന്നായിട്ട് വളർന്നിട്ടുണ്ട്. മല്ലിയില പിന്നെ അധികം റിസ്ക് ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ നമ്മൾ പിന്നെ കപ്പ നട്ടത് നമ്മൾ പറഞ്ഞല്ലോ. കപ്പ പിന്നെ കൂടുതൽ അതിൻ്റെ ഇടവേളയായിട്ടാണ് നമ്മൾ ഈ പച്ചക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പച്ച, പിന്നെ ചീര, അതുപോലെ ചിരങ്ങ. അത് കണ്ടോ, ചിരങ്ങ തൈയാണിത്. ഇത് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പിന്നെ ഈ വലമ്മക്ക് അങ്ങോട്ട് കയറ്റി വിടാമെന്നുള്ള തീരുമാനത്തിലാണ്. പിന്നുള്ളത് കണ്ടോ, ചോളമൊക്കെ കായ്ച്ചൽ തുടങ്ങിയിട്ടുണ്ട്, കായ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചോളം അത്യാവശ്യം കായ് ആയിട്ടുണ്ട്. ചിലതൊക്കെ കായ്ച്ച്
നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ പച്ചമുളക് ഈ ഭാഗത്തുണ്ട് കേട്ടോ, നല്ല കായുണ്ട്. കണ്ടോ. പിന്നെ ഈ കാണുന്നത് ഇത് സുന്ദരി ചീരയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ തണ്ട് റോസ് കളറായിരിക്കും. കണ്ടോ, ഇത് പിന്നെ കൂടുതൽ തിങ്ങിയിട്ടാണ് വളർന്നു നിൽക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം ശരിക്കും കാണുന്നില്ല. ഇത് കണ്ടോ, ഇത് ഈ പൂളൻ്റെ കപ്പൻ്റെ ഇടവേളയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, സുന്ദരി ചീരൻ്റെ തണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് വലുതായാലുള്ള നമുക്ക് പുറം ഭാഗത്തേക്ക് കാണുള്ളൂ. ഇപ്പോൾ ചെറിയ തൈകളാണ്. കണ്ടോ, നമ്മൾ ചോളത്തിൻ്റെ തൈ ഇതിലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിലൊക്കെ ഇതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ജർജിയിലാണ് കേട്ടോ. ജർജിയിൽ പ്രവാസികൾക്ക് നല്ലോണം അറിയാം. നമ്മുടെ നാട്ടിൽ അത്ര തന്നെ ഇതിനെക്കുറിച്ച് അറിവില്ല. ജർജിയിലുണ്ട്. ജർജിയിൽ നമ്മൾ വെറുതെ സാമ്പിൾ ചെയ്ത് നോക്കിയാണ്, അതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ജർജിയിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം നന്നായിട്ട് വളരും. ഇതുണ്ടോ, ഇതൊക്കെ ജർജിയിലാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് പച്ചക്ക ഇല തിന്നണ ഒരു ഇലവർഗ്ഗമാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ബീൻസിൻ്റെ തൈ വെച്ചാണ്, അത് കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ക്യാബേജ്, സാധാ ക്യാബേജാണ്. അതൊക്കെ പിന്നെ ക്യാബേജിൻ്റെ ആ രൂപം മൊത്തത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഇവിടെയുണ്ട് നമുക്ക് കുറേ തൈകൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മൊത്തത്തിൽ കോളിഫ്ലവർ, ബ്രോക്കോളി, അതുപോലെ ചൈനീസ് ക്യാബേജ് അങ്ങനെ വെച്ചാണ്. പിന്നെ ഇതിൽ നമ്മൾ വഴുതനങ്ങ തൈ വെച്ചിട്ടുണ്ട്. ചില തൈകളൊക്കെ ഈ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ വാടിപ്പോയി, അപ്പോൾ നമ്മൾ വഴുതനങ്ങ തൈ ആ പോയ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ജർജിയിലാണ്. കണ്ടോ, ഇതിൻ്റെ ഇടഭാഗത്ത് ഒരു വഴുതനങ്ങ തൈയും വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ വഴുതനങ്ങ തൈ വലുതായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ജർജിയിൽ പറിക്കാമല്ലോ. പിന്നെ ഇതും ജർജിയിലാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിൽ ഈ ഒരു തൈ എന്താണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഈ കാബേജ് തൈൻ്റെ ഇതിൽ വന്നതാണ്. എന്താ സംഭവത്തിന് മാറ്റമുണ്ട്, എന്തോ രൂപം മാറ്റമുണ്ട്. കണ്ടോ, ഇത് ചൈനീസ് ക്യാബേജാണ്. പക്ഷേ ഇതിന് കുറച്ചെന്തൊരു മാറ്റമുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഇത്. കണ്ടോ, ചൈനീസ് ക്യാബേജിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഒരു വ്യക്തമായൊരു അറിവില്ല. ഇത് വലുതായിട്ട് ഇതിൻ്റെ ഒരു രൂപം മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ. ഇതിലങ്ങനെ പെട്ടതാണ്, എന്തോ അറിയില്ല. പിന്നെ നമ്മളെ ക്യാരറ്റാണ് ഇട്ടത്. ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. കുറച്ച് തൈകളൊക്കെ വാടിപ്പോയി, എന്നാലും ബാക്കിയൊക്കെ നല്ല ഉഷാറുണ്ട് കേട്ടോ. ഇതിത്തെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിരിക്കണം എപ്പോഴും. കണ്ടോ, ക്യാരറ്റ് നല്ല ഉഷാറായിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ കൃഷി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം, ഇതുണ്ടാവുമോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഓരോ വഴുതനങ്ങ തൈ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മത്തൻ മൊത്തത്തിൽ കവറായിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തെ. ഇത് കണ്ടോ, മൊത്തം കവറായിട്ടുണ്ട്. അത് അവിടെയുണ്ട് ഒരു പിന്നെ സൂര്യകാന്തി ചെടി കണ്ടത്.
അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ പിന്നെ തണ്ണിമത്തൻ്റെ തൈയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും ഒക്കെ അതിൻ്റെ തൈയൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാവുമെന്നുള്ളതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഒക്കെ നമുക്ക് പരീക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ തണ്ണിമത്തൻ്റെ തൈ കേട്ടോ. തണ്ണിമത്തന് ഇതിങ്ങനെ സൂര്യകാന്തിയാണ്. അതുപോലെ ഇത് വെള്ളരിക്കയാണ് കേട്ടോ. വെള്ളരിക്കൻ്റെ തൈയുണ്ട്. ഇത് കണ്ടോ, നമ്മളെ മത്തന് ഉഷാറായിട്ടുണ്ട്. മത്തനൊക്കെ കായ് കുറേ മത്തനുണ്ട് കേട്ടോ, ഒന്നൊന്നല്ല. നമുക്കിതിനകത്ത് ഈ വള്ളി മാടി ഒക്കെ നോക്കണം, അപ്പോഴേ കാണുള്ളൂ. അവിടെയൊക്കെ നമ്മൾ ആ ചാക്കിൽ കെട്ടിയതൊക്കെ മത്തൻ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മത്തനാണ് കണ്ടോ, അതിൻ്റെ അകത്തുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ സൂര്യകാന്തി ചെടി നല്ല വളർച്ച ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, തണ്ണിമത്തന് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളരിക്കുണ്ട്. നമ്മളെ കൃഷി സ്ഥലത്തുള്ള മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, മത്തന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. മത്തന് നല്ല വലിപ്പമായിട്ടുണ്ട്. ഒക്കെ ചാക്ക് കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഒക്കെ എലി നശിപ്പിക്കും. പിന്നെ ഈ കാണുന്നത് മുള്ളങ്കിയാണ് കേട്ടോ. മുള്ളങ്കി, റെഡ് കളർ മുള്ളങ്കിയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ചെറിയ തൈ ആയിട്ടുള്ളൂ. മുള്ളങ്കി, റാഡിഷ് എന്ന് പറയുന്ന മുള്ളങ്കിയാണിത്. പിന്നെ ഈ കാണുന്നത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഈ ചീരനെ കുറിച്ച്. അത് നമ്മുടെ തക്കാളി ചീര എന്നൊക്കെ പറയുന്ന പല പേരിൽ അറിയപ്പെടുന്ന ചീരനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നമ്മളെ പയറ്, ബീൻസൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലായിട്ടോ. അങ്ങനെ കൂടുതലൊന്നുമില്ല ഇനി. പയറ് പിന്നെയും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ബീൻസൊക്കെ ഇങ്ങനെ അവസാന ഘട്ടത്തിലാണ്. ചെറുതായി ചെറിയ ചെറിയ കായ്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കിട്ടും. കണ്ടോ, അതിന് ഏകദേശം ടൈമായി. നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയ ഒരു കൃഷിയാണ് കേട്ടോ ഈ ബീൻസ്. കണ്ടോ, ഇപ്പോഴും ഉണ്ട്. എന്നാലും പുതിയ ചെറിയ തൈകളൊക്കെ, ചെറിയ ബീൻസിൻ്റെ പിഞ്ചൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. പയറും ഏകദേശമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. കണ്ടോ, പിന്നെ അമരക്ക മുകൾ ഭാഗത്താണ്, അടിഭാഗത്ത് നിന്ന് അത്ര കാണൂല. കണ്ടോ, അമരക്ക എന്നാലും കായുണ്ട് കേട്ടോ. നമ്മൾ കുറേ പറിച്ചു. കണ്ടോ, കണ്ടോ, ഒക്കെ മുകൾ ഭാഗത്തായതുകൊണ്ട് അത്ര തന്നെ ക്ലിയറായിട്ട് കാണാൻ കഴിയില്ല. കണ്ടോ, അമരക്കൻ്റെ മൊത്തത്തിൽ മുകൾ ഭാഗത്താണ് അതിൻ്റെ പൂക്കൾ വരുന്നത്. കണ്ടോ, ബീൻസൊക്കെ ഇപ്പോഴും കായ് വരുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നൊന്നും നിൽക്കും തോന്നുന്നില്ല. പക്ഷെ കൂടുതൽ വിളവ് കിട്ടിക്കണം നമുക്ക് ബീൻസിൽ നിന്നാണ് കേട്ടോ. പയറിനേക്കാളും അമരക്ക പിന്നെ ആകുന്നുള്ളൂല്ലോ. അമരക്ക ഏകദേശം ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും. കൂടുതൽ പിന്നെ കൂടുതൽ വിളവ് അമരക്കനായിരിക്കും നമുക്ക് കിട്ടുക.
പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ പാലക്ക് ചീര. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചീരവർഗ്ഗമാണ്. ജസ്റ്റ് ആ വിത്തൊന്ന് പാകി കൊടുത്താൽ മതി, മൊത്തത്തിൽ മുളച്ച് വരും. പിന്നെ നമ്മൾ മല്ലിയില മാത്രമല്ല കേട്ടോ ചെയ്തിരിക്കണത്. ഇത് കണ്ടോ, അത് പുതിനയിലാണ്. ഇതൊക്കെ ചെറിയ രീതിയിൽ ആ തണ്ട് കുത്തി കൊടുത്താൽ തന്നെ ഇത് നന്നായിട്ട് വരും. ഇതൊക്കെ നന്നായി ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട്, ആ ഭാഗത്തൊക്കെ നമുക്ക് കുറേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇത്രയും കൃഷികളാണ് നമ്മൾ ഈ ഒരു 6 സെൻറ്റ് സ്ഥലത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ.